ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ പാഷൻ പ്രോയാണ് വണ്ടി എൻജിൻ വർക്ക് കഴിഞ്ഞ് പോയിരുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ്ങിനും അതേപോലെ ജനറൽ ചെക്കപ്പ് സർവീസിനും കൂടിയിട്ട് നമ്മൾ അയച്ചാണ്. അപ്പോൾ നമുക്ക് എൻജിൻ വർക്ക് കഴിഞ്ഞ വണ്ടികളിൽ ശരിക്കും 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫിൽറ്ററിനകത്ത് അത്യാവശ്യം അഴുക്ക് വന്നടിയും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കോട്ടൻ്റെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതൊക്കെ ഈ എൻജിൻ കേസും എവിടെയെങ്കിലൊക്കെ ഇരിക്കണേ പരമാവധിയും ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഓയിൽ പോയി സർക്കുലേറ്റ് ചെയ്ത് ഓയിൽ ശരിക്കും എൻജിൻ വാഷിങ്ങിൻ്റെ ഒരു ഇതുകൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി എല്ലാം വാഷ് ചെയ്ത് കൊണ്ടുവന്ന് ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ആ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ഒരു ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ ഈ റോട്ടറിൻ്റെ ഇവിടെയും അഴുക്ക് വന്നടിയും പെട്ടെന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ റോട്ടർ ഫിൽറ്റർ ക്ലീനിങ്ങും സ്ക്രീൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനും കൂടിയിട്ട് നമ്മൾ അഴിച്ചേക്കണം. അപ്പോൾ അത് അഴിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഴിക്കുമ്പോൾ നമുക്ക് ഈ ഗ്യാസ്കറ്റൊന്നും രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഗ്യാസ്കറ്റിൻ്റെ പ്രത്യേകിച്ച് പേപ്പർ ടൈപ്പ് ഗ്യാസ്കറ്റാണല്ലോ. അപ്പോൾ അതൊരു പ്രാവശ്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ ക്ലച്ച് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ചതഞ്ഞ പോലെ പോകും. പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്താൽ സംഭവിക്കുന്ന ബൈ ചാൻസ് ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ അഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്കറ്റ് മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യാറ്. കൂട്ടത്തിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ കൂടി ഉണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡറൊക്കെ പുത്ത ലൈൻഡർ കിടക്കണം. അപ്പോൾ ഒന്ന് ക്ലീനാക്കി കയറ്റിയാൽ മതി. ആ പൊടി അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ബ്രേക്ക് ചവിടുന്ന സമയത്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ അന്ന് എഞ്ചിൻ വർക്ക് ചെയ്ത സമയത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കത് എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ടേക്കാം. വേറെ നമുക്കങ്ങനെ മേജറായിട്ട് യാതൊരു കംപ്ലൈൻറ്റുകളും ഇല്ല. സർവീസായിട്ടുള്ള വർക്കുകളാണ്. എയർ ഫിൽറ്റർ മാറ്റിയിടാം, എഞ്ചിൻ ഓയിൽ, അതിൻ്റെ ഓയിൽ ബോൾട്ട് വാഷ്, ഗ്യാസ്കറ്റ് മാറ്റുക, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ കേട്ടോ.